ഹായ് ഓൾ, പുതിയൊരു കേക്ക് വ്ലോഗ് കാണാം. ഇന്ന് നമുക്ക് 3 കേക്കാണ് സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ 2 കേക്കിൽക്കും നമ്മൾ പ്രിൻ്റാണ് വെക്കാനുള്ളത്. അപ്പോൾ ഞാനിവിടെ 2 കേക്കിൽക്കും ഒരുമിച്ചാണ് പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. അതിൽ എക്സ്ട്രാ ഒരു റെയിൻബോ വെക്കാനുള്ള സ്പേസ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കേക്കിൽ വെക്കാനുള്ള നെയിമൊക്കെ ഞാൻ പ്രിൻ്റ് എടുത്തതാണ്. കാരണം ഞാനിത് ചെയ്യുന്നത് തത്താൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ തലേന്നാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൊടുത്തിട്ട് വേണം എനിക്ക് പോവാൻ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഫോണ്ടൻറ്റിലൊക്കെ നെയിം കട്ട് ചെയ്യാന്നുള്ളത് ടൈം എടുക്കുന്നുള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. കേക്ക് വന്നിട്ട് 1 kg വൈറ്റ് ഫോറസ്റ്റ് ആണ്. 6 ഇഞ്ചിലാണ് ബേക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഒരു മോഡൽ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പിങ്ക് കളറിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മോഡൽ തന്നെയാണ് കസ്റ്റമർ നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. അതിൽ കളർ മാറ്റിയിട്ട് ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കേക്ക് 5 ലെയറാണ് കേട്ടോ കേക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹൈറ്റിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കേക്കിൽ കട്ട് ചെയ്തിട്ടുള്ള ഓരോ പ്രിൻറ്റും വെച്ച് കൊടുക്കണം. ഇങ്ങനെയുള്ള ചെറിയൊരു ടോൾ കേക്കിനൊന്നും ഞാൻ സ്റ്റിക്ക് വെച്ച് കൊടുക്കാറില്ല കേട്ടോ. ഇനി നമ്മൾ പ്രിൻ്റ് എടുത്തത് അതിൽ സ്റ്റിക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി മോളുടെ നെയിം നമ്മൾ ഫ്രണ്ടിലോട്ടായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏജും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഗ്രീൻ ആയതുകൊണ്ട് ഫുള്ളി നമ്മൾ ഗ്രീൻ ബോൾസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇനി നമ്മളൊരു റെയിൻബോ ടച്ച് ഉള്ളതുകൊണ്ട് പിന്നെ ആ ഒരു ഗ്രീന് മാറ്റിയിട്ട് അവിടെ ഒരു പിങ്കോ അല്ലെങ്കിൽ ഒരു റെഡൊക്കെ കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് പിങ്കാണ് ഇഷ്ടമായത്. അതുകൊണ്ട് പിന്നെ പിങ്ക് തന്നെ കേട്ടോ നമ്മൾ കൺഫേം ചെയ്തത്. ഇനി അതിലൊരു ബട്ടർഫ്ലൈയും കൂടി വെച്ച് കൊടുത്താൽ ഈ ഒരു കേക്കിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. ഇത് കസ്റ്റമർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ഫീഡ്ബാക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി ഈ ഒരു കേക്കിലെ ടോപ്പിലുള്ള എല്ലാ ഐറ്റംസും നമ്മൾ റിമൂവ് ചെയ്തിട്ട് ബോക്സ് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുണ്ടെങ്കിൽ നമുക്ക് ബോക്സ് പിന്നെ ക്ലോസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ പിന്നെ നമ്മൾ എക്സ്ട്രാ വേറൊരു ബോക്സ് വെക്കണം. അപ്പോൾ അതുകൊണ്ട് ടോപ്പേഴ്സൊക്കെ ഊരിയിട്ട് ഞാൻ ബോക്സിൻ്റെ മുകളിലായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഒരു 3 മണിക്കാണ് കേട്ടോ ആ ഒരു കേക്ക് കൊണ്ടുപോയത്. ഇനി ഈ ഒരു കേക്ക് 1.5 കിലോ വെയിറ്റ് വരുന്ന ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ 1.5 കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടയർ കേക്കാണ്. ഇത് ബോട്ടം ടയറാണ് കേട്ടോ. ഇത് നമ്മൾ 7 ഇഞ്ചിലാണ് ബേക്ക് ചെയ്തിട്ടുള്ളത്. 4 ലെയേഴ്സ് വെച്ചിട്ടാണ് കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 1 kg നോർമൽ കേക്ക് ചെയ്യുമ്പോൾ 4 ലെയറാണ് വെക്കുക. ഇത് 5 ഇഞ്ചിലാണ് നമ്മൾ ബേക്ക് ചെയ്തിട്ടുള്ളത്. ഇതും 4 ലെയറാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ 1.5 കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്കൊരു 1,700 ഉണ്ടാവും. എന്നാലും നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കേക്കും അങ്ങനെ കുറച്ച് കൂടുതൽ വെയിറ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ കേക്ക് നമ്മൾ കസ്റ്റമർ നമുക്ക് റെഫറൻസ് പിക്ക് തന്നിട്ടുണ്ട്. മോട്ടോ പറ്റ്ലു എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാർട്ടൂൺ ബേസ്ഡാണ് കേട്ടോ നമുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ശരിക്ക് ഈ ഒരു കാർട്ടൂൺ ഞാൻ ഇതുവരെയും കണ്ടിട്ടൊന്നുമില്ല. നമ്മളിതിൻ്റെ മുന്നേ ഒരു പ്രാവശ്യം കൂടിയും ഈ ഒരു തീമിൽ കേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ തന്ന റെഫറൻസ് പിക്കിൽ അതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അവർ തന്നിട്ടുണ്ടായിരുന്നത് നല്ല ഹെവി വർക്കായിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ നമ്മളെ ഇഷ്ടത്തിന് ഒന്ന് സിമ്പിളാക്കി തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയും ഹെവി ആയിട്ട് വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ഞാൻ ഒറ്റ സ്റ്റിക്കേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം 1.5 കിലോ ആണ്. അങ്ങനെ പെട്ടെന്ന് തെന്നി പോകാനുള്ള ചാൻസ് ഇല്ല. കാരണം അധികം വെയിറ്റ് ഒന്നുമില്ലല്ലോ. ഇനി നമ്മൾ ഈ ഒരു നമ്മൾ ഗ്രീൻ കളറിൽ ലീഫ് പോലെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഞാൻ ഈ ഒരു കേക്കിലേക്ക് നമ്മൾ ട്രീ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. പക്ഷേ ഞാനത് പ്രിൻ്റ് എടുക്കാൻ മറന്നുപോയി. അതുപോലെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. ഒരൊറ്റ ട്രീ ആണ് കേട്ടോ. അത് ഇതിലേക്ക് വലിയ മാച്ചൊന്നുമില്ല. എന്നാലും ഞാൻ അതിലേക്ക് വെച്ച് കൊടുത്തു. ഇനി നമ്മൾ ഈ ഒരു തീമിലുള്ള കാർട്ടൂൺ ക്യാരക്ടേഴ്സ് നമ്മൾ പിൻട്രസ്റ്റിൽ അടിച്ചു കൊടുത്താൽ വരും. അപ്പോൾ നമ്മൾ അതിൽ കറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്തതാണ്. എനിക്കിതിൻ്റെ കറക്റ്റായിട്ട് ഇവരുടെ നെയിമും കാര്യങ്ങളും ഒന്നും അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അവർ പറഞ്ഞ പോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിത് ബോക്സ് ചെയ്യുമ്പോൾ നമ്മൾ ടോളായിട്ടുള്ള ബോക്സ് അല്ല കേട്ടോ എടുത്തിട്ടുള്ളത്. 1.5 കിലോൻ്റെ 10 ഇഞ്ചിൻ്റെ 2 ബോക്സ് ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് ചെയ്യുന്നത്. കാരണം ഒരുപാട് ഹൈറ്റൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി ഈ സൈഡിൽ ഗ്യാപ്പ് വരുന്നതുകൊണ്ട് ഞാനിത് കവറിലാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ സൈഡ് ഓപ്പൺ ആയതുകൊണ്ട് വലിയൊരു ഇഷ്യൂ വരില്ല. ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു കേക്ക് ഒരു 6:30 ആയപ്പോൾ കൊണ്ടുപോയി. ഇനി ഇത് നമുക്കൊരു ആനിവേഴ്സറി കേക്കാണ്. 1 kg റെഡ് വെൽവെറ്റ് ആണ് കേട്ടോ. ഞാൻ ഈ 3 കേക്കിൻ്റെയും നമ്മൾ ക്രം കോട്ടിങ്ങോ ബേക്കിങ്ങോ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. കാരണം അതിനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. മൊത്തത്തിലൊരു തിരക്കുള്ള ദിവസമാണ് കേട്ടോ.
അപ്പോൾ ഫൈനൽ കോട്ടും ഡെക്കറേഷനും മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിൽ നമ്മൾ 7 ഇഞ്ചിലാണ് ബേക്ക് ചെയ്തിട്ടുള്ളത്. അത് കട്ട് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിലേക്ക് ആക്കിയതാണ്. ഇപ്പോൾ നമ്മൾ വെച്ച് കൊടുക്കുന്നത് ഫോണ്ടൻ്റ് അല്ല, നമ്മൾ റെഡിമെയ്ഡിൽ ഇപ്പോൾ ഇതുപോലെ റെഡ് ഹാർട്ട്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ ഒന്നുകൂടി സേഫ്. അപ്പോൾ അതാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വൈറ്റ് ഷുഗർ ബീഡ്സും കൂടി ഇട്ട് കൊടുത്താൽ കേക്കിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഇതിന് മാച്ചായിട്ട് ഒരു 4 കപ്പ് കേക്കും കൂടി കസ്റ്റമർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ ഒരു റെഡ് കപ്പിൽ തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. വൈറ്റ് റോസറ്റെ വെച്ചിട്ട് മുകളിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കേക്കിൽ വെച്ചിട്ടുള്ള ഹാർട്സ് ഉണ്ടല്ലോ, അത് കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു നമ്മൾ കപ്പ് കേക്കിലേക്ക് വെച്ച് കൊടുക്കാൻ. ഇതിപ്പോൾ ആ ഒരു കേക്കൊക്കെ ചെയ്ത് വന്നപ്പോക്കിനും നമ്മൾ ഈ ഒരു ഫോണ്ടിൻ്റെയൊക്കെ ചെറുതായിട്ടൊന്ന് മെൽറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കയ്യിലൊക്കെ ഒന്ന് അങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് അത് ഡ്രൈ ആയതാണ്, പക്ഷെ അതുവരെ നമ്മൾ തുറന്നു വെച്ചു. കേക്കിൻ്റെ വർക്കൊക്കെ കയ്യോളം ഫോട്ടോസ് എടുക്കുവോളം ഞാനത് തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മുകളിലൊന്ന് ചെറിയൊരു വെറ്റുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ അതിങ്ങനെ കയ്യിൽ സ്റ്റിക്കായിട്ട് നിൽക്കുന്നത്. അപ്പോൾ കപ്പ് കേക്കും ഇനി ഈ ഒരു ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുത്താൽ വൈറ്റ് ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ കേക്കിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. രണ്ടും നല്ല മാച്ചായിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 4 കപ്പ് കേക്ക് ആയതുകൊണ്ട് നമുക്ക് ബോക്സ് ചെയ്യാനും എളുപ്പമാണ്. സാധാരണ 5 കപ്പ് 6 കപ്പൊക്കെ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിനുള്ള ബോക്സാണ് കേട്ടോ ബുദ്ധിമുട്ട്. 4 കപ്പാകുമ്പോൾ ഈ ഒരു ചെറിയൊരു ബോക്സിൽ കറക്റ്റായിട്ട് നിൽക്കും. 5 കപ്പാകുമ്പോഴാണ് നമുക്ക് ഞാൻ ഹാഫ് kg ബോക്സ് എടുക്കാറ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ കപ്പ് കേക്കിൻ്റെ മാത്രമായിട്ടുള്ള ബോക്സ് വരുമ്പോൾ അതിൽ 6 ആയിരിക്കും. അപ്പോൾ എനിക്കത് യൂസ് ചെയ്യാൻ മടിയായിരിക്കും. ഇങ്ങനെ ആകുമ്പോൾ ഇത് കറക്റ്റാണ് കേട്ടോ. ഇതിൽ മുകളിൽ ഹൈറ്റിൽ തട്ടില്ല. ഈ ഒരു ടൈമിൽ കേക്കിലൊന്ന് ജസ്റ്റ് തട്ടിയിട്ടുണ്ട് ആ ഒരു ബോക്സ്. പക്ഷേ ഇതിൽ സൈഡിൽ നമ്മൾ സ്ക്രൈബർ ഡിസൈൻ ആയതുകൊണ്ട് അങ്ങനെ എടുത്ത് അറിയണമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലയെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു ബോക്സിൽ തട്ടി അടയാളം അറിയും. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ കപ്പ് കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കസ്റ്റമർ നമുക്കിവിടെ അൽഫ ഹോസ്പിറ്റലിലേക്കുള്ള സിസ്റ്റർ ഓർഡർ തന്നതാണ്. അപ്പോൾ അവർ ഹോസ്റ്റലിൽ എത്തിയതിന് ശേഷം നമുക്ക് വിളിക്കുമ്പോഴാണ് ഈ ഒരു കേക്ക് ഡെലിവറി ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളൊരു 7 മണിക്ക് ശേഷമാണ് കേട്ടോ നമ്മളിത് വർക്ക് നിന്നിട്ടുള്ളത്. നൈറ്റ് ആയതുകൊണ്ട് നമുക്കിത് ഫോട്ടോ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ഇവിടെ നിന്നിട്ടാണ് കേട്ടോ നമ്മൾ ഫോട്ടോ എടുത്തത്. ഇനി നമ്മൾ കറക്റ്റായിട്ട് ബോക്സ് ചെയ്യുക, അവർ വിളിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഡെലിവറി ചെയ്യുക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കാണണേ. ഇനി നമ്മൾ ഈ ഒരു കേക്കുകളൊക്കെ റേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി വീഡിയോസിൽ റേറ്റ് പറയണമെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇനി ബാക്കിയുള്ള നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ നമുക്ക് കേക്കിൻ്റെ റേറ്റൊക്കെ പറയാം കേട്ടോ.